ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ മുന്നിലൂടെയാണ് ഈ വാഹനം കടന്നു വരുന്നത്. എൻ്റെ വീട് തൊട്ടടുത്താണ്. അപ്പം വളരെ അത്യാവശ്യം ഈ റോഡിൻ്റെ നോക്കുമ്പോഴത്തേക്കും അതിനേക്കാൾ വളരെ വേഗത്തിലാണ് ഈ വാഹനം വന്നത്. ഈ വളവ് തിരിയുമ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേക്കും ബസ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുകയാണ്. അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വളവ് തിരിയാനായിട്ട് ആ വന്ന വേഗത്തിൽ ഈ വണ്ടിക്ക് വളവ് തിരിയാൻ കഴിഞ്ഞില്ല. ഇനി ഈ സ്ലാബിൻ്റെ പുറത്ത് കയറി ഡ്രൈവറുടെ കൺട്രോൾ പോയാണ് ഈ വാഹനം മറിഞ്ഞത്. ഇവിടുത്തെ നാട്ടുകാരാണ്, തൊട്ടയൽപക്കത്തുള്ള ഈ വീട്ടിൽ താമസിക്കുന്നവരാണ് ആദ്യം എത്തുന്നത്. അതിനുശേഷം ഞാനാണ് ആദ്യം സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ഫയർഫോഴ്സ്, പോലീസ്, നമ്മുടെ KCB എല്ലാവരുടെയും ഒരു സംയുക്തമായ ഒരു സഹകരണം ഉണ്ടായിരുന്നു. അതിലുപരിയായിട്ട് നാട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ ഈ വെമ്പായം നെടുമങ്ങാട് ചുറ്റളവിലുള്ള മുഴുവൻ നാട്ടുകാരും ഈ രക്ഷാപ്രവർത്തനത്തിൽ എത്തി എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളുടെ ഈ വാഹനത്തിൻ്റെ പുറകിലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടില്ലായിരുന്നു. അത് നാട്ടുകാരുടെ സഹായത്തോടെ തല്ലിപ്പൊട്ടിച്ച് വാഹനത്തിനുള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ സൈഡിലെ ഗ്ലാസ് പൊട്ടിച്ച് ഓടയ്ക്കുള്ളിലേക്ക് രണ്ടുപേരും ഇറങ്ങിയിട്ട് ആ ഓടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ അവർ തന്നെ ഉയർത്തി ഞങ്ങൾ ഇപ്പുറത്തേക്ക് തരികയാണ് ചെയ്തത്. അത് ഈ ദുഷ്കരമായ പ്രവൃത്തികളൊക്കെ ചെയ്ത നാട്ടുകാരാണ്. അതെ, നാട്ടുകാരെ എന്തായാലും റോഡിന്റെ അശാസ്ത്രീയതയെ പറ്റി ഇരുവിഭാഗങ്ങളിലും രണ്ട് തരത്തിലുള്ള വാദങ്ങൾ പറയുന്നുണ്ട്. റോഡിന് കുഴപ്പമൊന്നുമില്ല, ബസ്സിനാണ് വേഗത എന്നുള്ളത് പറയുന്നു. അതല്ല, റോഡിന്റെ അപകടങ്ങൾ പതിവാണ് എന്ന് പറയുന്നുണ്ട്. ജിബിൻ, ഈ ഒരു തർക്കം, സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. അതായത് റോഡിന്റെ കുഴപ്പമല്ല, ബസ് വളരെ വേഗത്തിലായിരുന്നു എന്ന് പറയുന്നു. അതല്ല, റോഡ് അപകടങ്ങൾ ഇവിടെ പതിവാണ് എന്ന് പറയുന്നു. ഈ ആളുകളുടെ പ്രതികരണം എന്താണ്? ഇവിടെ സ്ഥിരം അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണോ, അതോ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു വലിയ ബസ് അപകടം അവിടെ ഉണ്ടാകുന്നത്? ജയലക്ഷ്മി, നാട്ടുകാർ പറയുന്നത് ഇത് സ്ഥിരമായ അപകടമുണ്ടാകുന്ന ഒരു മേഖല തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇവിടെ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. അത് സംബന്ധിച്ച് അവർ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് തൊട്ടു പിന്നിലായി കാണുന്ന ഈ റോഡ് തന്നെ നമുക്ക് അത് കണ്ടാൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ വളവ് തിരിഞ്ഞു വരുന്ന ഒരു പ്രദേശമാണ്. നെടുമങ്ങാട് നിന്ന് ഈ വെമ്പായി ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് MC റോഡിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട ഒരു റോഡ് കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ വളവ് തിരിഞ്ഞു വരുമ്പോഴേക്കും നെടുമങ്ങാട് ഈ പഴകുറ്റി കഴിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് തിരിയുന്നത്. ഈ ഒരു റോഡ് ഏകദേശം ഒരു 5 വർഷക്കാലത്തോളമായി ഈ ഒരു റോഡിൻ്റെ പണികളൊക്കെ തന്നെ ആരംഭിച്ചത്. ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുകയും മറ്റൊരു സംഘത്തെയൊക്കെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ 2ാം ഘട്ട പണികളാണ് പുരോഗമിക്കുന്നത്. പക്ഷേ ഈ റോഡ് കണ്ടാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും ഇത് 2 ലെയറായിട്ടാണ് കിടക്കുന്നത്. കാരണം റോഡിൻ്റെ ഒരു വശത്ത് ടാറിങ് പൂർണ്ണമായും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വശത്തെന്ന് പറയുന്നത് ഒരു ലെവൽ കുറഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങളൊക്കെ വളവ് തിരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ ടയറിനൊന്നും തന്നെ ഇവിടെ ഗ്രിപ്പ് കിട്ടാത്ത ഒരു സാഹചര്യം ഈ ഒരു അപകട സ്ഥലത്തുണ്ട്. പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾക്ക് മാത്രമല്ല, വളവ് തിരിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്താൽ ഈ ഒരു റോഡിൻ്റെ കട്ടിങ്ങിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇരുചക്ര വാഹനങ്ങളായിരുന്നാലും അറിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതും ഈ ഒരു അപകടത്തിന് കാരണമായേക്കാമെന്നാണ് ചില നാട്ടുകാരൊക്കെ തന്നെ പ്രതികരിച്ചത്. അതാണ് ഇവിടെ ഒരു സംഘർഷാവസ്ഥയൊക്കെ തന്നെ ഉണ്ടായത്. കാരണം ഇതൊരു രാഷ്ട്രീയപരമായി മുതലെടുപ്പ് നടത്തുന്നു, ഈ ഒരു അപകടം നടത്തുന്ന സമയത്ത് രാഷ്ട്രീയപരമായി മുതലെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റ് ചില നാട്ടുകാർ ഇത് പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. എന്തായിരുന്നാലും ആ ഒരു കാര്യം തന്നെയാണ് ഈ ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്ന യാത്രക്കാരനും പറഞ്ഞത്. അതാണ്, അത് അവരുടെ അപകടമുണ്ടാകുന്നു, നാട്ടുകാർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവരുടെ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ നടത്തുന്നു. പക്ഷേ അതിനുശേഷം അവർക്ക് ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് തങ്ങളുടെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ തമ്മിലുണ്ടായ സംഘർഷമാണ് അവർക്ക് മറ്റൊരു വേദനയായി അവർ പറയുന്നത്. എന്തായിരുന്നാലും അതൊക്കെ തന്നെ ഇപ്പോൾ പോലീസും നാട്ടുകാരും ഇടപെട്ടുകൊണ്ട്, ഒരു കൂട്ടം നാട്ടുകാരും കൂടെ ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരെയും ഇവിടെ സംഘർഷത്തിൽ ഉണ്ടായിരുന്നവരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് വളരെയധികം പ്രശംസനീയമായ ഒരു ഇടപെടലാണ്. പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അതിൽ സാധാരണഗതിയിൽ യുവാക്കൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതെങ്കിൽ, പക്ഷേ ഇവിടെ വളരെ പ്രായം ചെന്ന ആളുകളുണ്ടായിരുന്നു. നേരത്തെ നമ്മളോട് പ്രതികരിച്ച ആ ചേട്ടനൊക്കെ തന്നെ അവർ ഈ അപകടം നടന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്ത് നിന്ന ആളാണ്. ഈ അപകടത്തിന്റെ ശബ്ദം വലിയ രീതിയിലുള്ള രക്ഷകരായി ആദ്യം എത്തുക നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും, നാട്ടുകാർ തന്നെയായിരിക്കും ആദ്യം ഓടിയെത്തുക. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. നാട്ടുകാരെല്ലാവരും ഒരേ മനസ്സോടെ തന്നെ എത്തി രക്ഷാപ്രവർത്തനം നടത്തി ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിലൊക്കെ അവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചില ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഘർഷം, അവരുടെ ഒരു പ്രതിഷേധമായിട്ടുള്ള രീതിയിലും കാര്യങ്ങൾ ഉയർന്നു വന്നത്. എന്തായാലും ജിബിൻ പറഞ്ഞതുപോലെ തന്നെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തി തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്.